പറയുന്നത്. എൻ്റെ പേര് ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട്, സഭയുടെ വക്താവും വൈദിക സെമിനാരി പ്രിൻസിപ്പലുമാണ്. അഭിനന്ദ തിരുമേനി കാര്യങ്ങൾ വിശദീകരിക്കും. 13-ാം തീയതി, അതായത് പ്രശ്നം അല്ലെങ്കിൽ വിഷയം സഭാ തർക്കം തന്നെയാണ്. ഓർത്തഡോക്സ് സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രതിസന്ധിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഡിസംബർ മാസം 13-ാം തീയതി പള്ളികളിൽ പാത്രിയർക്കീസ് വിഭാഗം ആരാധനയ്ക്കെത്തും എന്ന് പറയുന്നു. ഒരു വളരെ ശക്തമായിട്ടത് മീഡിയയിൽ കൂടെ എല്ലാം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ആരാധനയ്ക്ക് ഓർത്തഡോക്സ് സഭയുടെ പള്ളികളെല്ലാം സജ്ജമായി തന്നെ ഇരിക്കും. ആരെയും അവിടെ നിന്ന് ഇറക്കിവിടുകയോ തടയുകയോ ചെയ്യുകയില്ല. പാത്രിയർക്കീസ് വിഭാഗത്തിലെ ആളുകളെല്ലാം ഏകസഭയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവർ ആരാധനയ്ക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ആരാധനയുടെ പേരിൽ പള്ളികളിൽ ബഹളമുണ്ടാക്കാനും സമാധാന ലംഘനം നടത്താനും അതുപോലെ തന്നെ പള്ളികൾ പൂട്ടിക്കാനുമുള്ള ഒരു രഹസ്യ അജണ്ട കൊണ്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് സഭ അതിനെ നേരിടും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ജോൺസ് അച്ഛൻ ആമുഖമായി കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു. വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് മറ്റൊരു വലിയൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ അടുത്ത സമയത്തായി പത്രങ്ങളിലൂടെയും അതല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ മറുവിഭാഗം അല്ലെങ്കിൽ പാത്രിയർക്കീസ് വിഭാഗം മലങ്കര സഭയുടെ പള്ളികളിൽ തിരിച്ച് കയറുമെന്നും പുതിയ ഒരു നിയമ നിർമ്മാണത്തിന് വേണ്ടി സമരം ചെയ്യുമെന്നൊക്കെ ഉള്ളതായ പ്രസ്താവന കണ്ടു. അതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളെയൊക്കെ കാണണമെന്ന് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഞങ്ങളും ആഗ്രഹിച്ചത്. അതിനോടുള്ള മലങ്കര സഭയുടെ പ്രതികരണം എന്താ എന്ന് വളരെ ചുരുക്കമായി പറയുക എന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഒറ്റ വാക്കിൽ സഭയുടെ പ്രതികരണം നിങ്ങളോട് പറയുകയുണ്ടായി. എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഒറ്റ വാക്കിൽ മലങ്കര സഭയുടെ പള്ളികളിലേക്ക് വരുന്നതായ എല്ലാവർക്കും സുസ്വാഗതം എന്നുള്ള ഒരു കാര്യമാണ്. എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. കാരണം മലങ്കര സഭയുടെ ചിന്തയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും താഴെയുള്ള മറ്റു കോടതികളുടെയും വിധി ന്യായങ്ങളിലും ഒരു വിശ്വാസിയുടെയും ആരാധനാ സ്വാതന്ത്ര്യം ഹനിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഹനിക്കത്തില്ല എന്ന ഉറപ്പ് മലങ്കര സഭ വീണ്ടും ബഹുമാനപ്പെട്ട കോടതികളുടെ നീതിന്യായ വിധികളോട് ചേർന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. സഭ ആരെയും പുറത്താക്കിയിട്ടില്ല, ഇനിയൊട്ട് പുറത്താക്കത്തുമില്ല എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ചിലർ സ്വയമേവ പള്ളികളിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവർക്കും തിരിച്ചു വരാവുന്നതാണ് എന്നുള്ള കാര്യമാണ് വളരെ സന്തോഷത്തോടെ ഇവിടെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകമായും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പള്ളിയിൽ ആരാധന നടത്തുന്നവരും പോയവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ദേവാലയങ്ങളിലും നിയമപരമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വികാരിമാര് ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ അച്ചടക്കത്തോടെ ആരാധന നടത്തുവാൻ വേണ്ടി മാത്രമായിരിക്കണം, നിയമവിധേയമായി ആരാധന നടത്തുവാൻ വേണ്ടി മാത്രമായിരിക്കണം വിശ്വാസികൾ കടന്നു വരേണ്ടത്. സഭയുടെ ഒരു ദേവാലയത്തിലും സമാന്തര ഭരണങ്ങൾ ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മലങ്കര സഭയ്ക്കും അനുവദിക്കുവാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിവൃത്തിയില്ല. അതാണ് ഒന്നാമത് പറയുവാനായിട്ടുള്ളത്. രണ്ടാമത്, വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടത് ആരാധന തീർച്ചയായും സ്വതന്ത്രമായി നിയമവിധേയമായി നടത്തുന്നതിന് വേണ്ടി ആയിരിക്കണം. അതല്ലാതെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും കലഹങ്ങൾ ഉണ്ടാക്കുവാനും ദേവാലയങ്ങൾ വീണ്ടും കൂട്ടിയിടിക്കുവാനും ഉള്ള ഒരു മാർഗമായിട്ട് അതിനെ കാണുവാനായിട്ട് പറ്റുകയില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നിയമപരമായി തന്നെ
ദൈവികമായും ക്രിയാത്മകമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മൂന്നാമത്, ഇപ്പോഴത്തെ അവസ്ഥയാണ്, അത് മലങ്കര സഭയ്ക്ക് മാത്രം ബാധകമുള്ള വിഷയം അല്ല, എല്ലാവർക്കും ബാധകമുള്ള വിഷയമാണ്. ദേവാലയങ്ങളിൽ ആരാധനയ്ക്ക് വേണ്ടി വരുന്നവർ അല്ലെങ്കിൽ ദേവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് വരുന്നവർ കോവിഡ് നിയമങ്ങൾ, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നതായ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ദേവാലയങ്ങൾ പ്രവേശിക്കാൻ. കാരണം മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ഇപ്പോൾ അങ്ങനെയുള്ളതായ ചില മാനദണ്ഡങ്ങൾ ബഹുമാനപ്പെട്ട സർക്കാർ നൽകിയിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. അതിനകത്തും ഒരു തിരുത്തലും ഉണ്ടാകാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം വിശ്വാസികൾ വരാനായിട്ട്. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വളരെ സന്തോഷപൂർവ്വം സഭയുടെ ദേവാലയങ്ങളിലേക്ക് ഒരുമിച്ച് നിന്ന് ആരാധിക്കുന്നതിന് വേണ്ടി സ്വാഗതം അരുളുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതും അതാണ്. മലങ്കര സഭ പണ്ടും ഇപ്പോഴും എന്നും ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. ഒരുമിച്ച് നിന്ന് ആരാധിക്കണം. അത് രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി നിന്ന് ഭാരതത്തിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് മലങ്കര സഭ മക്കൾ ഒരുമിച്ച് നിന്ന് ആരാധിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും വേണം എന്നുള്ളതായ ആ ഒരു കാര്യത്തിൽ അടിവരയിട്ടുകൊണ്ട് വേണം ദേവാലയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ എന്നുള്ളത് ഞാൻ ഈ സമയത്ത് സഭയ്ക്ക് വേണ്ടി ഓർപ്പിച്ചുകൊള്ളട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ആർക്ക് വേണമെങ്കിലും സമരങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടികളോ ഒക്കെ ആസൂത്രണം ചെയ്യുന്നതിന് വിരോധമില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളത്. എന്നാൽ ആ ആവശ്യങ്ങളുടെ ജെനുവിൻനെസ്സും അതുപോലെ തന്നെ അതിൻ്റെ നിയമസാധുതയും അത് ചോദിക്കുന്നവരും ചുമതലപ്പെട്ടവരും കുറച്ചുകൂടി അത് കൊടുക്കണമെന്ന് ചുമതലയുള്ളവരും കുറച്ചുകൂടി വ്യക്തമായി ആലോചിച്ച് വേണം അവരോട് പ്രതികരിക്കുവാൻ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പരസ്യമായി തന്നെ നൽകിയിരിക്കുന്നത് പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിന് വേണ്ടി അത് നേടിയെടുക്കുന്നിടം വരെ സമരം ചെയ്യും എന്നുള്ളതായ ഒരു കാര്യമാണ്. അതിന് കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും സമരം ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ അതിൻ്റെ നിയമസാധുതയും വ്യക്തമായി സമരം ചെയ്യുന്നവരും അല്ല അതിനുവേണ്ടി അവരെ ഒരുക്കുന്നവരും പിന്താങ്ങുന്നവരും അല്ലെങ്കിൽ അവരുടെ അപേക്ഷകൾ കേൾക്കുന്നവരും ഒരുപോലെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് മാത്രമാണ് അവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അക്കമിട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2017 ജൂലൈ മാസം 3 വിധി വരുമ്പോൾ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നീണ്ട കാലയളവിലെ നടന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ബഹുമാനപ്പെട്ട കോടതി തന്നെ കക്ഷികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കിത് പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് പൂർത്തീകരിച്ചാൽ പോരായോ എന്ന്. പക്ഷെ അതിൻ്റെ മറുപടി വളരെ ഭംഗിയായിട്ടാണ് പറഞ്ഞത്, കോടതി എന്ത് നിയമം നൽകി തരുന്നുവോ അത് പാലിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ കോടതി ഞങ്ങൾക്ക് വിശ്വാസമാകുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതായൊരു സംഭവമുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായും ഞാൻ വെറുതെ വായ കൊണ്ട് പറയുന്നതല്ല, അത് രേഖയിൽ ഉള്ളതാണ്. സുപ്രീം കോടതി വിധിയുടെ അതിൻ്റെ പ്രൊസീഡിങ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രത്യേകിച്ച് മറുഭാഗമാണ് അത് കോടതിയോട് ആവശ്യപ്പെടുന്നത്. കോടതി പറയുന്നത് എന്ത് അത് ഞങ്ങൾ പാലിച്ചു കൊള്ളാം എന്നുള്ളത്. എന്നാൽ കാണുന്ന ഒരു വിരോധാഭാസം വിധി വന്നപ്പോൾ അതിന് ഒരു കാരണവശാലും അനുസരിക്കുകയില്ല, അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന രീതി. അതിനോട് ചേർന്ന് കാണുന്ന മറ്റൊരു വിരോധാഭാസം വീണ്ടും ഓരോ വിഷയങ്ങൾക്കുമായി കോടതികളിൽ പോയി കോടതികളുടെ സഭ നേരെ വിധി നടപ്പിലാക്കി സമാധാനം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെയും സമയങ്ങളെ കൊല്ലുന്ന ഒരു രീതി കൂടി കാണുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം പല പ്രാവശ്യം പുറപ്പെടുവിച്ച നിയമമാണ് മലങ്കര സഭ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രാവശ്യം വിധിച്ചതല്ല. അതും അതിൻ്റെ മേളിൽ പരാതിയുള്ളവർക്ക് അപ്പീലും റിവ്യൂ പെറ്റീഷനും അതുപോലെ തന്നെ കുറേറ്റീവ് പെറ്റീഷനും ക്ലാരിഫിക്കേഷൻ പെറ്റീഷനും ഒക്കെ കൊടുക്കുവാനുള്ള അനുവാദം
ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നൽകിയിട്ടുള്ളതും അതെല്ലാം സുപ്രീം കോടതി കേട്ടതിന് ശേഷം വീണ്ടും വിധിച്ചതും ഒക്കെയായ ഒരു കാര്യമാണ്. അതായത് ഒരു ദിവസം കൊണ്ട് സുപ്രീം കോടതി രാവിലെ കേട്ടിട്ട് വൈകിട്ട് വിധിച്ചതായ ഒരു സംഗതി അല്ല ഈ പറയുന്നത്. അതുകൊണ്ട് നിയമത്തിലൂടെ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞവർ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഈ നിയമത്തിലൂടെ പറ്റുകയില്ല, ഇനി ഒരു പുതിയ നിയമം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആ പ്രവണതയാണ് ഒട്ടും തന്നെ മനസ്സിലാക്കുവാനായിട്ട് ഒക്കാതെ വരുന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിയമം അല്ല എങ്കിൽ അതിന് ഞങ്ങൾ അനുസരിക്കുകയല്ല, പുതിയ ഒരു നിയമം വേണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. കോടതി അനുവദിക്കാത്ത കാര്യങ്ങൾ ആർക്കും ചെയ്യാനായിട്ട് ഒക്കുകയില്ല. ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ആ തർക്കം പല മാർഗങ്ങളിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് നീതിന്യായ കോടതിയുടെ മുമ്പാകെ ചെല്ലുന്നത്. നീതിന്യായ കോടതികൾ അവ നീണ്ടകാലത്തെ വ്യവഹാരത്തിനും വാദപ്രതിവാദത്തിനും ശേഷം ഒരു വിധി നൽകുമ്പോൾ പിന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് പ്രശ്ന പരിഹാരത്തിന്റെ മാർഗം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ അത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വിധിന്യായങ്ങൾക്ക് അപ്പുറമായി മറ്റൊരു മാർഗവും സ്വീകരിച്ച് ഈ സഭാപ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങരുത് എന്നുള്ളത് കക്ഷികളോട് മാത്രമല്ല, അത് നടപ്പിലാക്കേണ്ടതായ ബഹുമാനപ്പെട്ട സർക്കാരുകളോടും തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ട് ഉണ്ട്. അതും വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് പറയുന്നതല്ല എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. അതുകൊണ്ട് നിയമനിർമ്മാണം എന്ന് പറയുന്നതിന് ഒറ്റ വാക്കിൽ കേൾക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും അതിൻ്റെ പിന്നിലെ അജണ്ടകളും അതിനുവേണ്ടി നടത്തുന്നതായ നാടകീയ പരിപാടികളും അതിന് കൊടുക്കുന്നതായ സപ്പോർട്ടുകളും അനാവശ്യ സമരങ്ങൾ നടത്തി സമൂഹത്തിൽ പ്രശ്നങ്ങളും ആശങ്കകളും വീണ്ടും വർദ്ധിപ്പിക്കുന്ന രീതികളും അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുക പ്രയാസമാണ്. ബഹുമാനപ്പെട്ട സർക്കാരിനോട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് സ്നേഹവും ബഹുമാനവും തന്നെയാണ്. അതല്ലാതെ സർക്കാരിനോട് യാതൊരു പിണക്കുമില്ല. അത് ഒരു സർക്കാരിനോടല്ല, ഏത് സർക്കാർ ഭരണത്തിൽ വന്നാലും ആ സർക്കാരിനോട് മമത പുലർത്തി പോകുന്നതായ ഒരു സഭ തന്നെയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. എന്നാൽ ചില സമയങ്ങളിൽ ചില രീതികളൊക്കെ കാണുമ്പോൾ ചെറിയ ആശങ്കകൾ മലങ്കര സഭയ്ക്ക് ഉണ്ട് എന്നുള്ളതും ഞാനിവിടെ മറച്ച് വെക്കുന്നില്ല. കോടതി വിധി ഇപ്പോൾ തന്നെ ഒരു നല്ല ചർച്ചയ്ക്ക് തുടക്കമിടുകയും സത്യത്തിൽ അത് മലങ്കര സഭയുടെ ഒരു ഇനിഷ്യേറ്റീവ് കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു നല്ല ചർച്ചയ്ക്ക് തുടക്കമിടുകയും 3 വട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അത് ഏകദേശം നടത്താനൊക്കാത്തതായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചർച്ച 3 പ്രാവശ്യം നടത്തിയിട്ട് പോലും പറയുന്ന ഒരു കാര്യം, കോടതി നിന്ന് നമുക്ക് അനുസരിക്കേണ്ട, നമുക്ക് തുല്ലിട്ടിട്ട് വീണ്ടും ഒരു പുതിയ പരിപാടി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഒരു പ്രവണതയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത നിയമം ഉണ്ടാകുമ്പോൾ എവിടെയാണ് അതും അംഗീകരിക്കാനായിട്ട് പറ്റാതെ വരുമ്പോൾ വീണ്ടും നിയമം ഉണ്ടാക്കാൻ പറയുന്ന ഒരു പ്രവണതയിലേക്ക് പോകും എന്നുള്ളതാണ്. ദീർഘകാലത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമുണ്ടായ നീതിന്യായ വിധികളെ കോടതി ഇപ്പം വിശ്വാസമില്ല എന്നും പണം കൊടുത്ത് വാങ്ങിച്ചതാണെന്നും കോർപ്പറേറ്റുകളുടെ സഹായത്താൽ കിട്ടിയതാണെന്നും ഒക്കെ പറഞ്ഞു. 1958-ലും 1995-ലും 2002-ലും 2017-ലും 2018-ലും 2019-ലും ഒക്കെ ഉണ്ടായ എല്ലാ കോടതികളും അങ്ങനെ കോടതി വിധികളും അങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി പറയാനായിട്ട് ഒക്കുകയില്ല. അത് പറയേണ്ടത് നീതിന്യായ കോടതികൾ തന്നെയാകുന്നു എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. വിധിന്യായം അനുസരിക്കുന്നില്ല എങ്കിൽ അതിന് പിന്നെ എവിടെയാണ് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് കൂടി ഗൗരവത്തോടെ നാം കാണേണ്ടതായ വിഷയമാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ മലങ്കര സഭയിൽ തീർച്ചയായും സമ്മതിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകും എന്നുള്ളത് അത് മലങ്കര ഓർത്തഡോക്സ് സഭ നിശ്ചയമായും പാലിക്കുന്നുണ്ട്. അതിനു മുമ്പും അതിന് ശേഷവും ഒരു പള്ളിയിലും ഒരു ക്രമസമാധാന പ്രശ്നത്തിനും മലങ്കര സഭ പോയിട്ടില്ല. ബഹുമാനപ്പെട്ട നീതിന്യായ കോടതികൾ എന്ത് പറയുന്നുവോ അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് സഭ ആവശ്യപ്പെടുമ്പോൾ
അത് നടപ്പിലാക്കേണ്ടവർ സമ്മതിക്കുന്നെങ്കിൽ പിന്നെ കോടതി തന്നെ നേരിട്ട് പറഞ്ഞ് ചെയ്യുന്ന ഒരു രീതിയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. സത്യത്തിൽ ആ കാര്യത്തിൽ ഒരു കാര്യവും വേറെ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലങ്കര സഭ പള്ളി കയ്യേറിയിട്ടുമില്ല, പള്ളി പിടിച്ചെടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു അനാവശ്യ പ്രൊപ്പഗാൻഡയാണ് സാധാരണമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര പള്ളികൾ മലങ്കര സഭയിലുണ്ടോ ആ പള്ളികളെല്ലാം മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ച് നൽകിയിരിക്കുന്ന, പല പ്രാവശ്യങ്ങളായി വിധിച്ച് നൽകിയിരിക്കുന്ന നീതിന്യായ വിധികൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യമാണ് സത്യത്തിൽ കോടതിയും അനുസരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സമ്മതിച്ചുവെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ ഒരു സത്യവാങ്മൂലമാക്കി രൂപപ്പെടുത്തി ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചത് മലങ്കര സഭയ്ക്ക് എന്നും വേദന ഉണ്ടാക്കുന്നതായ മറ്റൊരു വിഷയം കൂടിയാകുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ 1934 ഭരണഘടനയെ കുറിച്ച് ഇങ്ങനെ സ്ഥിരമായി കിംവദന്തികളും ഒക്കെ കേൾക്കുന്നു. സത്യത്തിൽ അത് സമൂഹത്തോട് പറയേണ്ടതായ ഒരു വിഷയമല്ല. ഭാരതം റിപ്പബ്ലിക് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതായ ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയും അതിൻ്റെ മേലുള്ളതായ റിമാർക്കുകളും കമന്റുകളും വ്യക്തമായി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഭരണഘടനയ്ക്കകത്ത് കുഴപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി തന്നെയാണ് അതിന് ഉത്തരം പറയുന്നത്. അങ്ങനെ ഉത്തരം ഇടയ്ക്കിടയ്ക്ക് കോടതി പറയുന്നുമുണ്ട്. എന്നിട്ടും ബഹുമാനപ്പെട്ട കോടതിയെ നിഷേധിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ 34 ഭരണഘടന എന്തോ കുഴപ്പമുള്ളതാകുന്നു എന്ന് പറയുന്ന ഒരു പ്രവണത അത് ഒരിക്കലും സ്വീകരിക്കാവുന്നതല്ല. ഇതിനകത്ത് തമാശ എന്ന് പറഞ്ഞാൽ 1995 കഴിഞ്ഞ് 2002 ഒരു മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വിളിച്ചു കൂട്ടുമ്പോൾ അതിനു മുമ്പ് ഈ ഭരണഘടന ശരിയല്ല എന്ന് പറഞ്ഞവർ ഭരണഘടനയെ അംഗീകരിച്ച് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുമ്പാകെ അഫിഡവിറ്റ് എഴുതി കൊടുത്തവരാകുന്നു എന്നുള്ള സത്യവും അങ്ങ് വിസ്മരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നത്. ഈ കള്ളങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാൽ അത് ഒരിക്കലും സത്യമാകത്തില്ല. കുറച്ച് നാളത്തേക്ക് കള്ളങ്ങൾ സത്യമായിട്ട് ഓടും. പക്ഷേ ഒരിക്കൽ സത്യം തെളിഞ്ഞു വരും എന്നുള്ളതിൻ്റെ ഒരു ശരിയായ റിമാർക്കായിട്ട് വേണം ഈ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതികൾ ഇപ്പോൾ വിധിക്കുന്നത്. പല കാര്യങ്ങളും സമൂഹത്തോടല്ല ഇപ്പോൾ പറയേണ്ടത്, തീർച്ചയായും പറയേണ്ടത് കോടതികളോട് തന്നെയാണ്. ബഹുമാനപ്പെട്ട കോടതികളെ അംഗീകരിക്കാതെയും കോടതികൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വന്നില്ലെങ്കിൽ ഉടനെ തന്നെ അതിനെ ധിക്കരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തോട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് ഒക്കുകയില്ല. ഞാൻ ഇത്തിരി ദീർഘിച്ചു പോയി എന്നെനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഒറ്റ വാക്കേ പറയാനുള്ളൂ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലേക്ക് അല്ലെ ദേവാലയങ്ങളിലേക്ക്, അത് ഇപ്പോൾ 2017 ശേഷം നിയമവിധേയമായ പള്ളികളിൽ മാത്രമല്ല ഏത് ദേവാലയത്തിലേക്കും വിശ്വാസികൾക്ക് ആരാധനയ്ക്ക് നിയമത്തിന് വിധേയമായും അച്ചടക്കത്തോടെയും പങ്കെടുക്കാവുന്നതാണ്. യാതൊരു തടസ്സവും ആരും സൃഷ്ടിക്കുകയില്ല എന്നുള്ള ഉറപ്പ് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. അതേ സമയം തന്നെ കലഹം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ നേടാമെന്നും വിചാരിച്ചു കഴിഞ്ഞാൽ അതിനോട് നിയമപരമായും ദൈവികമായും തന്നെ പ്രതികരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങളോടുള്ളതായ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇപ്പം 53 പള്ളികളിൽ ഇപ്പോൾ വിധി നടപ്പായി. ഈ ബാക്കിയുള്ള പള്ളികളിലും ഈ വിധി നടപ്പാക്കുന്നതുമായി മുന്നോട്ട് പോകാനാണ് സഭയുടെ തീരുമാനം. തീർച്ചയായിട്ടും കോടതി വിധികൾ എവിടെയൊക്കെ ഉണ്ടാകുന്നുവോ കോടതി വിധികൾ നടപ്പാക്കണം. അതിന് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അത് വെറുതെ ഒരു ദിവസം കൊണ്ടുണ്ടായ കോടതി വിധിയല്ല. 10-30ഓളം ജഡ്ജിമാർ ഈ കേസിൻ്റെ ഹിസ്റ്ററിക്കകത്ത് ഇതേ കാര്യം തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഒരേ ലൈനിൽ തന്നെയാണ് ജഡ്ജ്മെന്റ് ഇതുവരെ എഴുതിയിട്ടുള്ളത്. 95-ലെ കോടതി വിധി തന്നെയാണ് 2017-ലും അപ്ഹോൾഡ് ചെയ്തിട്ടുള്ളത് സുപ്രീം കോടതി. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരേ ലൈനിൽ തന്നെയാണ് കോടതി വിധികൾ വരുന്നത്. വീണ്ടും അവർ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് വാദികളാണ് വിധി വരുമ്പോൾ അനുസരിക്കില്ല എന്ന് പറയുന്നത്.
ആര് കോടതിയെ സമീപിച്ചോ അവര് തന്നെ അതിന്റെ തീർപ്പ് വരുമ്പോൾ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? പള്ളികളെല്ലാം പാത്രീസ് വിഭാഗത്തിൻ്റെതാണ് എന്ന് പറഞ്ഞു വരുത്തുന്നു വ്യാപകമായിട്ട്. അതിൽ സത്യമില്ല. കാരണം 1973-74 കാലം വരെ രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്ന് ഈ 34 ഭരണഘടന അനുസരിച്ച് തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന പള്ളികളാണ്. അതിൽ നിന്ന് 1973-74 കാലത്ത് ഓർത്തഡോക്സ് സഭയിലെ വൈദികരെയും ജനങ്ങളെയും ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തതെന്ന്. വൈദികര് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. പല പള്ളികളിലും കോതമംഗലം പള്ളി ഒക്കെ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അങ്ങനെ 73-74 കാലത്ത് അവർ പള്ളികൾ പിടിച്ചെടുത്തപ്പോൾ അന്ന് ആരംഭിച്ച കേസാണ് വാസ്തവത്തിൽ. അതിന്റെ ഒരു ഫൈനാലിറ്റി 95-ലുണ്ടായി. ആ വിധി അംഗീകരിക്കാതെ വന്ന സാഹചര്യത്തിൽ 2017 വരെ വീണ്ടും കേസ് പ്രൊലോങ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പള്ളികൾ അത് പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത ഞായറാഴ്ച വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നാളെ 13-ാം തീയതി പള്ളികളിലെ ആരാധനയ്ക്ക് വരുമ്പോൾ അത് ഞങ്ങൾക്കറിയില്ല. അല്ല, നിങ്ങൾ ഓർത്തഡോക്സ് സഭ അങ്ങനെ എന്തെങ്കിലും പോലീസിനായിട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകരുതലുകൾ? തീർച്ചയായിട്ടും ഒരു സമരാഹ്വാനവുമായിട്ടാണ് അവർ വരുന്നത് എന്ന് മാധ്യമങ്ങളിൽ ലഭിക്കുന്നതായ വാർത്തകൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് പോലീസുകാരെയും അധികാരികളെയും സർക്കാരിനെയും ധരിപ്പിക്കേണ്ടവരെയൊക്കെ ക്രമസമാധാന നില പാലിക്കാൻ ചുമതലയുള്ള എല്ലാവരെയും സഭ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ തടയില്ല. എന്നാൽ ബഹളം ഉണ്ടാക്കാൻ വന്നാൽ അതിന് ആവശ്യമായ സംരക്ഷണം നിങ്ങൾ നൽകണം. 52 പള്ളികളുടെ കാര്യം പറഞ്ഞു. അതിൽ മിക്കവാറും എല്ലാ പള്ളികൾക്കും കോടതിയിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചിട്ടുള്ളതാണ്. പോലീസ് ആ പള്ളികളിൽ ആ നിയമപരമായിട്ടുള്ളതായി വികാരിക്ക് ആരാധന നടത്തുന്നതിന് തടസ്സമുണ്ടാകാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കോടതി ഉത്തരവുള്ളതാണ്. അപ്പോൾ പോലീസ് ശ്രദ്ധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു കാര്യം, ഈ എതിർ വിഭാഗത്തിന്റെ വരുന്നുണ്ടല്ലോ ഒരാരാധന, അപ്പൊ ആ ഇടഭാഗാംഗങ്ങളായ വൈദികരെയും മെത്രാപ്പൊലിത്തമാരെയും പള്ളികളിൽ കയറുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ? അവർക്ക് ആരാധന നടത്തുന്നതിന് എന്തെങ്കിലും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, വൈദികരുടെയും മെത്രാപ്പൊലിത്തക്കാരുടെയും ഒറ്റ വാക്കേ മറുപടി ഉള്ളൂ. സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് പള്ളികൾ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അത് പള്ളികളുടെ ഭരണം നടത്തേണ്ടത് അങ്ങനെയാകുന്നു എന്നുള്ളതാണ്. മലങ്കര സഭയുടെ ഭരണം അങ്ങനെ നടത്തണമെന്ന് കോടതി പറഞ്ഞിരിക്കുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒക്കുള്ളൂ. അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്കുള്ളൊരു ചോദ്യത്തിന് അതിന് പ്രസക്തിയില്ല. ഏത് വിശ്വാസിക്കും വരാം. മറ്റുള്ളവർ വരുമ്പോൾ അവര് ഈ സമാന്തര ഭരണമില്ലാതെ മലങ്കര സഭയോട് ചേർന്ന് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായി മുന്നോട്ട് പറഞ്ഞ് വരേണ്ടതുണ്ട്. അതല്ലാതെ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പാണ്, ഞങ്ങൾ ഒരിക്കലും യോജിക്കത്തില്ല, വെള്ളം ഉണ്ടാക്കി ഞങ്ങൾ കാര്യം നടക്കത്തോളൂ എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുക പ്രയാസമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മുമ്പായുള്ള ചർച്ചയിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞതാണ് മലങ്കര സഭ ഒന്നേ ഉള്ളൂ. അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിധി നടപ്പിലാക്കത്തക്കുള്ളതായ സംവിധാനങ്ങൾ ഉണ്ടാകണം, അതിനെല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞതാണ്. അച്ഛൻ്റെയും മെത്രാന്റെയും വിഷയമല്ല, നിയമപരമായി അതിന് ആർക്കാണോ നിയമ അനുകൂലമുള്ളത് അവരാണ് ഇപ്പോൾ നിയമം നടപ്പിലാക്കുവാനായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തുടർ ചർച്ചകളിലൂടെ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത് കോടതി നടപ്പിലായതിനു ശേഷം നടക്കേണ്ടതായ ഒരു വിഷയമാണ്. അതുതന്നെയല്ല, മലങ്കര സഭയിലെ ഒരു മെത്രാപ്പൊലീത്ത ആകണമെങ്കിൽ ഒരാൾക്ക് അത് എങ്ങനെയാണ് എന്നുള്ളത് 1934 ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാനുസരണം തിരഞ്ഞെടുക്കപ്പെട്ട് വാഴിക്കപ്പെട്ട ഒരാൾക്ക് മാത്രമേ മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്ത ആകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾക്ക് ഈ പള്ളികൾ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മെത്രാപ്പൊലീത്തായോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് മാത്രമേ വൈദികൻ എന്നുള്ളതായ ഒരു പദവി ലഭിക്കുകയുള്ളൂ. അവരുടെ വൈദികരെ വിശ്വാസികൾക്ക് വരാം, വൈദികർക്ക് ചടങ്ങ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. വൈദികർക്ക് ആരാണ് അവിടെ ഓരോ സ്ഥലത്തും ചടങ്ങ് നടത്തേണ്ടത് എന്നുള്ളത് കോടതി വിധിയിലുണ്ട്. ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടുകൊടുത്ത സ്ഥലങ്ങളിൽ ഓർത്തഡോക്സ് വിഭാഗം വൈദികർക്കല്ലേ ചടങ്ങ് കൊടുക്കാൻ അനുമതിയുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ മാത്രമേ അനുവദിക്കുള്ളൂ. തീർച്ചയായിട്ടും യാക്കോബായ സഭ വൈദികരെ അവിടെ തിരുക്കർമ്മം നടത്താൻ ഓർത്തഡോക്സ് സഭകൾ ഈ സമയത്ത് പള്ളിയിലുണ്ടാവും എന്തെങ്കിലും ഒരു കരുതലെന്ന നിലയ്ക്ക്? അല്ല, ഓർത്തഡോക്സ് സഭ പള്ളിയിൽ പോകുന്ന സമയത്ത് ആളുകൾ പള്ളിയിൽ വരും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് പള്ളികളിലൊക്കെ ആരാധന നടക്കുന്നത്. ആ രീതിയിലേ വരുള്ളൂ. അതല്ലാതെ കൂട്ടം കൂടാൻ പാടില്ല എന്ന ഒരു പള്ളിയിൽ ആരാധനയ്ക്ക് എത്ര പേര് സംബന്ധിക്കാമെന്നുള്ളതൊക്കെ ഗവൺമെന്റ് നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനാ സമയത്ത് ഓർത്തഡോക്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ വിധി നടപ്പായ എത്ര പള്ളികളിൽ ഈ കൂടുതൽ കുടുംബങ്ങൾ ഓർത്തഡോക്സ് ചേർന്നിട്ടുണ്ട്? കൂടുതൽ ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യം തന്നെ
വളരെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് അവർ പറയുന്നത്. അതായത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ 1973-74 കാലം മുതൽ പള്ളിയിൽ നിന്ന് ഓർത്തഡോക്സുകാർ വൈദികരെയും ജനങ്ങളെയും അടിച്ചോടിച്ച് പുറത്താക്കി അവർ സ്വന്തമാക്കി അവരുടെ ഭരണക്രമം നടപ്പാക്കി അതിൽ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ പള്ളിയിൽ നിൽക്കുന്ന ആളുകൾ പള്ളിഭോഗങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം പാത്രിയർക്കീസ് വിഭാഗത്തിന്റെ അനുഭാവിയാണെന്നോ വിശ്വാസിയാണെന്നോ പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഭൂരിപക്ഷം ആളുകളും അവിടെ സമാധാനം ആഗ്രഹിക്കുന്നവരും പള്ളി എങ്ങനെ നിൽക്കുന്നുവോ അതിനനുസരിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ശരിയായിട്ട് അറിയണമെങ്കിൽ ആ പള്ളിയിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണക്രമം നടപ്പാക്കിയതിന് ശേഷം അവിടെ സെൻസസ് എടുക്കുവോ അല്ലെങ്കിൽ വോട്ടിംഗ് നടത്തുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറയുന്നത് ഈ കോതമംഗലം പള്ളിയിൽ 10 വീട്ടുകാരെ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. കോതമംഗലം പള്ളിയിലെ ഓർത്തഡോക്സ് സഭയുടെ അനുഭാവവും അടുപ്പവും ചിന്താഗതിയുമുള്ള അനേകരുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ വിവാഹങ്ങൾക്കും അവരുടെ മാമോദിസകൾക്കും അവരുടെ ആത്മീയ ആവശ്യങ്ങൾക്കും ആ പള്ളിയിലെ വൈദികൻ ആരാണോ അദ്ദേഹത്തോട് സഹകരിച്ച് നിൽക്കുന്നു, പള്ളിയുടെ ഭോഗങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ട് മാത്രം അവരുള്ളുകൊണ്ട് ആ സഭയിലെ അംഗങ്ങളാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ, 2002 കാര്യം തിരുമേനി പറഞ്ഞു. ഭൂരിപക്ഷം നിശ്ചയിക്കാൻ കോടതി തന്നെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയ വർഷമാണ് 2002. എന്തുകൊണ്ടാണ് അതിൽ സഹകരിക്കാതിരുന്നത്? ഭൂരിപക്ഷം അനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ എന്ന് കോടതി തന്നെ പറഞ്ഞു. നമ്മൾ അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അവസാന നിമിഷത്തിൽ പാത്രിയർക്കീസ് വിഭാഗം അതിൽ നിന്ന് പിന്നോട്ട് മാറി. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് 2002 അസോസിയേഷൻ സംബന്ധിച്ചില്ല? ഇതിനകത്തെ വേറൊരു തരത്തിൽ ഇതിന് മറുപടി പറഞ്ഞാല് 1974 ശേഷം മലങ്കര സഭ നിയമം അനുസരിച്ച് പോകണം, കോടതിയിൽ നിന്ന് വിധി വരട്ടെ എന്നും പറഞ്ഞ് മാറി നിന്ന് കൊടുത്തത് കൊണ്ടാണ് ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ പറയുന്നത്. അന്ന് ഇപ്പോൾ ഇവർ കാണിക്കുന്ന രീതിയിലുള്ളത്, അതായത് നിയമം അനുസരിച്ചല്ല അല്ലാതെ തന്നെ അവർ കാണിക്കുന്ന ബഹളങ്ങൾക്ക് തിരിച്ചടി കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ വേറെ രീതിയിൽ പോയനെ. നിയമം വരട്ടെ, നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തി മാത്രം സമാധാനപരമായി മുന്നോട്ട് പോകാമെന്ന് സഭ ആഗ്രഹിച്ചതുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കൾ മുഴുവനും ഈ ദേവാലയങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. കാരണം അവർക്കിപ്പം ഞാൻ ഓർത്തഡോക്സ് ആണ് എന്ന് പറയുക തന്നെ അവർക്ക് പേടിയാണ്. കാരണം പറഞ്ഞു പോയാൽ അവരെ കൈകാര്യം ചെയ്യും. അതാണ് സ്ഥിതി. കോതമംഗലമായാലും മണർകാടായാലും പല പള്ളികളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല പള്ളികളിലെയും വിശ്വാസികൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവരെ അപ്പുറത്തും ഇപ്പുറത്തോട്ട് മാറി കാതോലിക്ക സെന്ററും ഒക്കെ സ്ഥാപിച്ച് ഇങ്ങനെ ആരാധന നടത്തി പോവാണ്. നിയമം വരട്ടെ, നിയമം വരട്ടെ, കോടതിയുടെ വിധി വരട്ടെ എന്ന് പറഞ്ഞ്. അത് നമുക്കറിയാമല്ലോ, ഒരു കോടതി വരണമെങ്കിൽ 10-40 കൊല്ലമൊക്കെ എടുക്കും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പള്ളികളിലെല്ലാം പിന്നെ അവരാണ് ഭൂരിപക്ഷം ഇവരാണ് ഭൂരിപക്ഷം എന്ന് പറയേണ്ട സമയമല്ല ഇപ്പൊ. അല്ല, തിരിച്ചു വരണമോ വേണ്ടായോ എന്ന് നിശ്ചയിക്കുന്നത് കോടതി വിധി നടപ്പിലാക്കിയിട്ട് ഇടവും പുതിയവും കൂടിയാണ് പള്ളികളിലെ നിയമം നിശ്ചയിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുപ്രീം കോടതി. പള്ളികളിൽ സമാധാന ഭരണം പാടില്ലായെന്നും 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വികാരി പള്ളി ഭരിക്കണമെന്നും പള്ളി വികാരി നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ഭരണഘടന അനുസരിച്ചുള്ള ഇടവും പുതിയവും കൂടുമ്പോഴാണ് ഇടവയിലെ തെരഞ്ഞെടുപ്പുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും പറയുന്നത്. അന്തരീക്ഷത്തിൽ കടന്നുകൊണ്ട് ഞങ്ങളാണ് ഭൂരിപക്ഷം, കുറച്ച് പാവപ്പെട്ട ജനത്തെ പുറത്തിറക്കി ഇരുത്തിയിട്ട് പള്ളി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് വേളം ഉണ്ടാക്കി ഭൂരിപക്ഷം നിശ്ചയിക്കുക, വേറെ ചില ആളുകളെ കൊണ്ട് നാടകങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ അല്ലല്ലോ ഭൂരിപക്ഷം ന്യൂനപക്ഷവും നിശ്ചയിക്കുക. അതിനൊരു നിയമമില്ലേ? ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നിർണയിക്കുന്നതിന് വ്യക്തമായൊരു നിയമമുണ്ട്. ആ നിയമം പാലിച്ച് മുന്നോട്ട് പോകണം. ഈ കോട്ടയത്ത് 1-2 പള്ളികളുണ്ട്. ഒരു പള്ളിയിൽ നിന്ന് അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ അടിച്ചിറക്കിയതായ ആളുകൾ ഇന്ന് 3 ദേവാലയങ്ങളായിട്ട് മാറി നിൽക്കുകയാണ്, ഭയന്ന് നിൽക്കുകയാണ്. അവർക്ക് സ്വന്തം പള്ളിയിലോട്ട് പോകാൻ ഒക്കെയില്ല. മണർകാട് പള്ളി അതൊരു എക്സാമ്പിൾ. ധാരാളം ഓർത്തഡോക്സുകാരുണ്ട്. പക്ഷേ 2 വീട്ടുകാർ 2-3 വീട്ടുകാർ അല്ലെ 10 വീട്ടുകാർ അവർ ഞങ്ങൾക്ക് നിയമം അനുസരിച്ച് പോകണമെന്ന് ഉറപ്പിച്ച് പറയുന്ന ആളുകളുടെ പേര് മാത്രമാണ് ഈ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിയമം അനുസരിച്ച് പോകണമെന്ന് ഇവിടെ 2 സഭയില്ല, വിശ്വാസത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാത പറഞ്ഞ് അനാവശ്യമായ കാര്യം. ഇപ്പൊ എന്തെങ്കിലും വിശ്വാസത്തിൽ വ്യത്യാസം വരുത്തിയത് പോലും അവരാണെന്നാണ് എന്റെ ചിന്ത. ഇത് ചുമ്മാ അന്തരീക്ഷത്തിൽ ഓരോന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എന്തെങ്കിലും രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ സഭ? തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് സഭയ്ക്ക് അങ്ങനെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന രീതിയില്ല. പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. 1-2 പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ
നമ്മൾ ആരെ പിന്തുണയ്ക്കുമെന്ന് സാധാരണ ജനത്തോട് പറയാറില്ല. അത് ജനം അത് വേണ്ടത് ചെയ്തുകൊള്ളും. ആ ഒരു സ്റ്റാൻഡാണ്. പ്രത്യേകിച്ച് ഈ ഇപ്പം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ ജനം നോക്കുന്നത് എന്തുവാ അവരുടെ ചുറ്റുവട്ടത്തിലുള്ള അവരോട് കൂടുതൽ സഹകരിക്കുന്ന ആളുകളൊക്കെയാണ്. അതല്ലാതെ അവിടെ LDF, UDF, NDA ഒന്നും അല്ല. ഓഫ്കോഴ്സ് ഈ 3 ഗ്രൂപ്പിലും പെട്ട ആളുകളായിരിക്കും വരുന്നതെന്നുള്ളതേ ഉള്ളൂ. സുപ്രീം കോടതി വിധി അംഗീകരിച്ചാൽ ഈ പാത്രിയാർക്കീസ് ബാവയുടെ സ്ഥാനമാനം തിരിച്ചു കൊടുക്കും. 34 ഭരണഘടനയിൽ വ്യക്തമായി പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ആ സ്ഥാനത്തിന് ഒരു ഇഞ്ച് പോലും, ഒരു അണുവിട പോലും കുറയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവരുദ്ദേശിക്കുന്നത് പാത്രിയാർക്കീസ് ബാവയ്ക്ക് സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഇടവക പള്ളിയിലെയും വികാരിയെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും അന്ത്യോക്യയിലിരിക്കുന്ന പാത്രിയാർക്കീസിന് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അത് ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇടവക പള്ളിക്ക് വികാരി നിയമിക്കുന്ന ആരാണ്, മെത്രാപ്പൊലീത്ത എങ്ങനെയാണ്, കാതോലിക്കയുടെ അധികാരം എന്താണ്, അതിൽ നിന്ന് ഒട്ടും മാറാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 1936 ഭരണഘടന പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസ് ബാവ അംഗീകരിച്ചതാണ്. 1958 കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ഗീവർഗീസ് ബാവായും അന്ത്യോക്യ പാത്രിയാർക്കീസ് ബാവായും തമ്മിൽ അംഗീകരിച്ചതാണ്. അതിന്റെ അർത്ഥം മലങ്കര സഭ ഭരണഘടനയ്ക്കകത്ത് പാത്രിയാർക്കീസ് ബാവയ്ക്കുള്ളതായ സ്ഥാനം എന്ത് എന്ന് പാത്രിയാർക്കീസ് ബാവയ്ക്കും അറിയാതിട്ടല്ല. പിന്നെ ഞങ്ങൾ പാത്രിയാർക്കീസ് ബാവയെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, പാത്രിയാർക്കീസ് ബാവ വിട്ടുപോകും, പള്ളിയിൽ നിന്നെല്ലാം അടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ ഉള്ളതായ ചില പുകമറകൾ, ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. 34 ഭരണഘടനയെ കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ. 1958 ഇതെല്ലാവരും അംഗീകരിച്ചതാണ്. മലങ്കര സഭയിലെ ഓരോ പള്ളിയും 58-ന് ശേഷം കോതമംഗലം പള്ളി, കോലഞ്ചേരി പള്ളി, കടമറ്റം പള്ളി, കണ്ടനാട് പള്ളി, മണർകാട് പള്ളി, ഇതുപോലെ ഓരോ പള്ളിയുടെയും പള്ളി പൊതുയോഗം വിളിച്ചു ചേർത്ത് ഓരോ പള്ളി പൊതുയോഗവും 34 ഭരണഘടന അംഗീകരിച്ചതാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പാസ്സാക്കിയതാണ്. ഈ ഒരു കാരണമാണ് പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഒരിക്കലും കേസുകൾ ജയിക്കുവാൻ സാധിക്കാത്തത്. 58 അംഗീകരിച്ചു. അതിനുശേഷം 67 2 വിഭാഗം കൂടി ഒരുമിച്ചിരുന്നത് അമെൻഡ് ചെയ്തു. 95 ഈ ഭരണഘടനയിൽ ചില അമെൻമെന്റ്സ് ആവശ്യമാണെന്ന് പാത്രിയാർക്കീസ് വിഭാഗം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞു ഇന്ന അമെൻമെന്റുകൾ ഭരണഘടനയിൽ വരുത്തണമെന്ന്. അത് വരുത്തി. അതിന് അവരുടെ മെത്രാപ്പൊലീത്തന്മാരെല്ലാവരും വിധേയത്വം ഒപ്പിട്ടു കൊടുത്തു. ഈ 2017 സുപ്രീം കോടതി വിധി വരുന്നത് വരെ ആ ഭരണഘടന അങ്ങനെയൊന്നും ഇല്ലെന്നോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുറവുണ്ടെന്നോ ഒരിക്കലും പാത്രിയാർക്കീസ് വിഭാഗം വാദിച്ചിട്ടില്ല. അതിന്റെ ഒറിജിനൽ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതെല്ലാം കോടതിയിൽ ഇവർ സമർപ്പിച്ചിട്ട് കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ള വാദഗതികളാണ്. ഭരണഘടന രജിസ്റ്റർ ചെയ്തതല്ലാത്തതുകൊണ്ട് അതിന് ഒരു കുറവുമില്ല, അത് ഒരു സ്കീം ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് എന്നുള്ള രീതിയിൽ പോലും കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കാരണങ്ങൾ തന്നെ ഇപ്പോൾ വീണ്ടും 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 എടുത്തു പറഞ്ഞ് ഭരണഘടനയ്ക്ക് എന്തോ ന്യൂനതയുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ളതായ പരിശ്രമം അത് വ്യർത്ഥമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ശവസംസ്കാര ഓർഡിനൻസ് സുപ്രീം കോടതി വിധിക്ക് എതിരാണ്. സുപ്രീം കോടതി വിധിക്ക് എതിരാണോ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അത് ക്ലോസ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഏതായിരുന്നാലും അതിനെ എന്റെ ഒരു റീഡിംഗ് അനുസരിച്ച് ശവസംസ്കാര ഓർഡിനൻസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ഒരല്പം എതിര് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അതിനോട് പ്രതികരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ഒരു മാനുഷിക സെന്റിമെന്റും വികാരങ്ങളൊക്കെ ഉളവാക്കി. കാരണം ഒരു നല്ല നാടകം നടത്തി ഉണ്ടാക്കിയ ഒരു ഓർഡിനൻസ് ആണ്. ഒരു നല്ല നാടകം നടത്തി. കട്ടച്ചിറ പള്ളിയിലെ അമ്മച്ചിയുടെ ബോഡി എത്ര 40 ദിവസം 50 ദിവസം കൊണ്ടുവന്നൊരു പേടകത്തിനകത്ത് ഉണ്ടാക്കി വെച്ചു. ആ വെച്ച ആള് തന്നെ ഇപ്പൊ വളരെ ഭംഗിയായിട്ട് അമ്മച്ചി വരച്ചപ്പം നിയമപ്രകാരം പോയി വേറെ നടത്തി എന്നുള്ളത് വേറെ കാര്യം. ഇങ്ങനെ ചില നാടകങ്ങള് വളരെ ഭംഗിയായിട്ട് രൂപപ്പെടുത്തിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണമാണ്. അതേപോലൊരു നാടകമാണ് ഇപ്പൊ പുതുതായിട്ട് രൂപപ്പെടുത്തി വരുന്നത്. കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം ഇതൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും എന്നാണ് എൻ്റെ ഒരു വിചാരം. മൃതശരീരങ്ങൾ അടക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി കരയുന്ന ആളുകൾ കോതമംഗലം പള്ളിയിലെ ബഹുമാനപ്പെട്ട റമ്പാച്ചന്റെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് കവറടക്കാൻ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ട് പോലും എന്തൊക്കെ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചത്. ഓടക്കാലിപ്പള്ളിയുടെ സെമിത്തേരി ഞങ്ങളുടെ ഒരാൾ മരിച്ചാൽ ഒരിക്കലും തുറന്നു കൊടുത്തിട്ടില്ല ഇതുവരെ. മതിലിൽ കയറ്റി വെച്ചിട്ട് ആളുകൾ ചാടി അകത്ത് കടന്ന് എടുത്തടക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. 1970-കളുടെ അവസാനം ഉമ്മണിക്കുന്ന് പോത്താനിക്കാട് പള്ളിയിൽ ഒരു അച്ഛൻ്റെ പിതാവ് മരിച്ചിട്ട് 3 ദിവസം, അന്ന് ഇതുപോലത്തെ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒന്നും ഫ്രീസറും ഒന്നും ഉള്ള കാലമല്ല, 3 ദിവസം വെച്ചിരുന്നിട്ട്
30 കിലോമീറ്റർ അകലെ വേറൊരു പള്ളിയിൽ കൊണ്ടുപോയി അടക്കേണ്ട സാഹചര്യം സംജാതമാക്കിയവരാണ് ഇന്ന് കബറടക്കാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് പൊതുജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞു കാണിക്കുന്നത്. അനുരഞ്ജനത്തിന്റെ പാത പൂർണ്ണമായി അടഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അനുരഞ്ജനം എന്ന് പറയുന്ന ലക്ഷ്യം അനുരഞ്ജനമായിരിക്കണം. വെറുതെ കോടതി വിധി താമസിപ്പിക്കാനും അതിനെ മറികടക്കാനും വേണ്ടി അനുരഞ്ജനം, സമാധാനം, ചർച്ച എന്ന് വന്നു പറഞ്ഞാൽ അത് ഞങ്ങൾ ഇനി നിന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതേ ഉള്ളൂ. കാരണം അനേകം ചർച്ചകൾ നടത്തി. ചർച്ചകളൊക്കെ ആദ്യമേ ഫെയിലായപ്പോഴാണല്ലോ കോടതിയിൽ പോയത്. കാരണം ഈ പ്രശ്നം ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു മെത്രാപ്പൊലീത്ത, അന്നത്തെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പരിശുദ്ധ പാത്രിക്കീസ് ബാവയെ നേരിട്ട് പോയി ഈ സഭയെ നശിപ്പിക്കരുത്, ഇതിൽ വിഘടനം ഉണ്ടാക്കരുത് എന്ന് നേരിട്ട് പോയി അപേക്ഷിച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അനേകം ചർച്ചകൾ ചെറിയ തലത്തിലും വലിയ തലത്തിലും ഒക്കെ ആ കാലത്ത് തന്നെ നടത്തി. YMCയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി. ഇതെല്ലാം ഫെയിലാവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ചർച്ചകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക. നിയമം അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തു കൂട്ടുന്ന ആളോട് എങ്ങനെയാണ് ചർച്ചകൾ നടത്തേണ്ടത്, അതിനെക്കുറിച്ചൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം വളരെ വ്യക്തമായ ഒരു നിയമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല പ്രാവശ്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമാണെങ്കിൽ പറയാം അത് ഇനി അതിൻ്റെ മേളിലുള്ള അപ്പീലുകളൊക്കെ പോകാമല്ലോ എന്ന്. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതായ ഒരു നിയമത്തെ അനുസരിക്കുകയില്ല എന്നും വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നതിനകത്തും എന്താണ് അതിൻ്റെ അർത്ഥമെന്നും അതിൻ്റെ അജണ്ട എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇതുവരെ നടന്നതെല്ലാം ചുല്ലിട്ടിട്ട് ഇനി ഒരു ചർച്ചയ്ക്ക് തുടങ്ങി നമുക്ക് വീണ്ടും പ്രശ്നങ്ങളും വ്യവഹാരങ്ങളും വീണ്ടും വർദ്ധിപ്പിക്കാം. ഈ പുതിയ നിയമനിർമ്മാണം പറയുന്നു അടുത്തൊരു നീണ്ട വ്യവഹാരത്തിന്റെ ഒരു വഴി തുറക്കലാകുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അനുരഞ്ജനത്തിന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എപ്പോഴും തയ്യാറാണ്. പക്ഷേ ദർ ഷുഡ് ബി എ ബേസ്, ഒരു അടിസ്ഥാനം ഉണ്ടാകണം. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഇത്രയും സമയം ലേറ്റായിട്ടും ഞങ്ങളെ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തവരും ക്ലാസ് വാങ്ങിച്ചുകൊണ്ടുപോയി എല്ലാവരും റിപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ദയവായിട്ട് നിങ്ങൾ വേണ്ട വിധത്തിൽ ഇത് പൊതുജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുവാൻ വേണ്ടി വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകിച്ച്